2020 ജൂൺ 1 ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ട്രേഡ് എടുക്കുന്നത്. ഇന്ന് 5 കൊല്ലത്തിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ജേണിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അഭിമാനമാണുള്ളത്. കാരണം ഞാൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എത്രയോ അധികം കാര്യങ്ങൾ ഇന്ന് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനെന്നെ സഹായിച്ചത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നെ പഠിപ്പിച്ച കുറേ പാഠങ്ങളാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ പാഠങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. കാരണം നിങ്ങളുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ജേണിയിലും അത് ഒരുപാട് സഹായകരമായിരിക്കും. അപ്പം ഞാൻ ട്രേഡിങ്ങിൽ ബന്ധപ്പെട്ടതും അതേപോലെ ഇൻവെസ്റ്റിംഗ് ബന്ധപ്പെട്ടുമായിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ട്രേഡിങ്ങിൻ്റെ തന്നെ പറയാം. കാരണം എല്ലാവർക്കും ട്രേഡിംഗ് ആണ് ഇൻവെസ്റ്റിങ്ങിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഞാനൊരു കോമൺ ആയിട്ടുള്ള കാര്യം പറയാം. അതെന്താണെന്ന് വെച്ചാൽ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരാൾ വരുമ്പോൾ ആളൊരു 10-15 കൊല്ലത്തിനിടയിൽ കാണേണ്ട കുറേ ഇവൻറ്റ്സ് അല്ലെ മാർക്കറ്റ് സൈക്കിളൊക്കെ എനിക്ക് വെറും 5 കൊല്ലം കൊണ്ട് തന്നെ കാണാനും അതിലൂടെ എല്ലാം കടന്നു പോകാനും സാധിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് റെഡിക്ക് കൊറോണ ക്രാഷിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്ന ടൈമായിരുന്നു. അത് കഴിഞ്ഞ് കൊറോണ എന്ന പാൻഡമിക് ഏറ്റവും പീക്ക് ടൈമിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തതെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റഷ്യ ഉക്രൈൻ വാർ വന്നു. അതിനോടനുബന്ധിച്ച് ഇൻഫ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി ലോകത്തെല്ലായിടത്തും. അപ്പോൾ എല്ലാ മെയിൻ എക്കണോമീസും ഒരു റിസഷന്റെ വക്കിക്ക് എത്തി, അമേരിക്ക എക്കണോമി പോലും. അങ്ങനെയുള്ള ടൈമിലൊക്കെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു, അതെന്ന് എങ്ങനെ റിക്കവർ ചെയ്തു വന്നു എന്നുള്ളതൊക്കെ കണ്ടു. അതെല്ലാം നമ്മുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ജേണിയിൽ ഒരുപാട് നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റീസെൻ്റ് ആയിട്ട് നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയിൽ പോലും നമ്മുടെ മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്തതെന്നുള്ളത്. അപ്പം ഇതെല്ലാം നമ്മുടെ ഫ്യൂച്ചർ മാർക്കറ്റ് പാർട്ടിസിപ്പേഷനും ഒരുപാട് നമ്മളെ ഹെൽപ്ഫുൾ ആവണ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ട്രേഡിങ്ങിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏറ്റവും ആദ്യത്തെ കൊല്ലം റെഡിക്ക് മാർക്കറ്റിൽ പഠനകാലമായിരുന്നു ഇൻവെസ്റ്റിങ്ങിനും ട്രേഡിങ്ങിലൊക്കെ. അപ്പോൾ മെയിനായിട്ട് ട്രേഡിങ് സ്റ്റോക്കിലായിരുന്നു ഇൻട്രാഡേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് 10-20 ക്വാണ്ടിറ്റിയൊക്കെ ട്രേഡ് എടുത്തായിരുന്നു. എല്ലാവരും പോലെയും കുറച്ച് പൈസ കിട്ടി, പിന്നെ അത് പോയി തുടങ്ങി. അപ്പോൾ നമ്മൾ എന്തായി ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. അപ്പോൾ ട്രേഡിംഗ് സിസ്റ്റം സെറ്റാക്കാൻ വേണ്ടി നമ്മൾ ഒറ്റ ക്വാണ്ടിറ്റി മാത്രം എടുത്ത് ട്രേഡിംഗ് സിസ്റ്റം സെറ്റാക്കാൻ തുടങ്ങി. അപ്പോൾ ട്രേഡിംഗ് സിസ്റ്റത്തിലെ വിന്നിങ് റേറ്റ് ഏറ്റവും കൂടുതലായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ അതൊക്കെ നമ്മുടെ പൊസിഷൻ സൈസിങ്ങും കൂട്ടി തുടങ്ങി. 1, 2 2, 4 4, 8 അങ്ങനെ കൂടി വന്നു. അങ്ങനെ ഏകദേശം ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് കടന്നു. നിഫ്റ്റി ഓപ്ഷൻ സെല്ലിങ്, അത് ഹെഡ്ജ് ചെയ്തിട്ടുള്ള പൊസിഷൻസ് ആണ് എടുക്കാൻ തുടങ്ങിയത്, വ്യാഴാഴ്ച മാത്രം. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, നമുക്ക് ഏകദേശം ഒരു 1 ഇയർ, ഫസ്റ്റത്തെ 1 ഇയറിൽ ഫുൾ പ്രോഫിറ്റ് ആയിരുന്നു. ഒരു ലോസ് പോലും ഓപ്ഷൻ ഹെഡ്ജിങ്ങിൽ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് വ്യാഴാഴ്ച മാത്രമേ ട്രേഡ് ഉള്ളൂ. അപ്പോൾ അത് റെഡിക്ക് 1 കൊല്ലം 3 മാസത്തോളം പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടൈമിലെ PNL ഒക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് സത്യത്തിൽ സ്റ്റോപ്പ് ലോസ് ഞാൻ യൂസ് ചെയ്യാണ്ടായി. കാരണം നമുക്ക് കോൺഫിഡൻസ് ആയി, ഓവർ കോൺഫിഡൻസ് ആയി, നമുക്ക് ലോസേ അടിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ 1 വർഷം 3 മാസത്തിന് ശേഷം ലോസ് അടിച്ചു. അപ്പോഴും നമ്മുടെ മൈൻഡിൽ എന്താ, ഇത്രയും വലിയ ഒരു ടൈം പീരീഡിനിടയിൽ ഒരു ലോസ് അല്ലേ അടിച്ചുള്ളൂ, ഇനി സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കേണ്ട, അങ്ങനെ പോവാന്ന് വെച്ചു. പക്ഷെ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു തെറ്റ്. കാരണം കുറച്ച് മാസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ലോസ് അടിച്ചു, അത്യാവശ്യം നല്ല എമൗണ്ട് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹെഡ്ജ് ട്രേഡിങ്ങിൽ ഈ പറഞ്ഞ പോലെ 1:1 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്യാമെന്ന് മനസ്സിലായി. ട്രേഡിങ്ങിൽ സ്റ്റോപ്പ് ലോസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ആ ഒരു ടൈമിൽ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ 1:1 സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യാമെന്ന് മനസ്സിലായി. കാരണം എനിക്ക് വിന്നിങ് റേറ്റ് കൂടുതലാണ് ഹെഡ്ജ് ട്രേഡിങ്ങിൽ. ഈ പറഞ്ഞ പോലെ 10 ട്രേഡൊക്കെ എടുക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു ട്രേഡൊക്കെ ലോസ് ആവണത്. അപ്പോൾ ഇത് 500 രൂപ കിട്ടാനുള്ള സ്ഥലത്ത് 500 രൂപ കളയണോണ്ടൊന്നും പ്രശ്നമില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നമുക്ക് ഹെഡ്ജ് ട്രേഡിങ്ങിലുള്ള പരിപാടി മൊത്തം സെറ്റായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ മാറുന്നത്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ മാറുമ്പോൾ എന്താ, നമുക്ക് ഹെഡ്ജ് ട്രേഡിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഇതവസ്ഥയായി. കാരണം വ്യാഴാഴ്ച ഭയങ്കര വോളറ്റിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ടൈമിലാണ് റെഡിക്ക് ഒരു ട്രേഡറിന്റെ ക്വാളിറ്റി നമ്മൾ റെഡിക്ക് മനസ്സിലാവുക. എൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് അപ്പോൾ തന്നെയാണ് മനസ്സിലായത്. കാരണം നമുക്കിങ്ങനെ മാർക്കറ്റ് സൈക്കിൾസ് മാറുമ്പോൾ നമ്മുടെ ട്രേഡിങ് ഒരു സിസ്റ്റത്തിൽ നമുക്ക് മാറ്റങ്ങൾ ചെയ്യാൻ പറ്റണം. അങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ മാർക്കറ്റിൽ നിൽക്കുള്ളൂ. അങ്ങനെ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ഹെഡ്ജ് ട്രേഡിങ് നിർത്തി ഈ പറഞ്ഞ പോലെ നെയ്ക്കഡ് സെല്ലിങ്ങിലേക്ക് കടന്നു. അപ്പോൾ ഒരു എക്സ്പയറിക്ക് തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച തൊട്ടേ നമ്മൾ പൊസിഷൻസ് സെല്ല് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ ആ ഒരു ടൈമിലും ഞാൻ ഈ സ്റ്റോപ്പ് ലോസിന്റെ മിസ്റ്റേക്ക് ഇവിടെ ആവർത്തിച്ചു. കാരണം നെയ്ക്കഡ് സെല്ലിങ്ങും ഈ പറഞ്ഞ വഴി അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആണ്, ലോസ് ഒന്നും വരുന്നില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പോകുമ്പോൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് വെക്കാണ്ടേ. അങ്ങനെ ഒരു ടൈമിൽ നമുക്കെതിരെ മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നെയ്ക്കഡ് സെല്ലിങ് ആകുമ്പോൾ മാർക്കറ്റ് നമുക്കെതിരെ മൂവ് ചെയ്ത് കുറച്ചൊന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ല ലോസ് വന്നു തുടങ്ങും. അങ്ങനെ ഒരു 4000 രൂപയുടെ ലോസ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് മനസ്സിലായി നമ്മൾ ഈ പറഞ്ഞ മാതിരി സ്റ്റോപ്പ് ലോസ് വെക്കാതെ നെയ്ക്കഡ് സെല്ലിങ്ങിൽ ട്രേഡ് ചെയ്യാൻ പോയാൽ നല്ല പണി കിട്ടും.
മറ്റേതുപോലെയല്ല, ഹെഡ്ജ് ട്രേഡിംഗ് പോലെയല്ല അതിനേക്കാൾ വലിയ ലോസ് വരുന്നുള്ളത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് പിന്നെയും സ്റ്റോപ്പ് ലോസ് വെക്കാതെ തന്നെ നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്ത് തുടങ്ങി. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, നമ്മൾ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ 2024 ഇലക്ഷൻ ടൈമിൽ ഇതേപോലെ തന്നെ നമ്മളൊരു ഭയങ്കര ഏറ്റവും ലാസ്റ്റത്തെ പുട്ട് ഓപ്ഷനൊക്കെയാണ് സെല് ചെയ്തിട്ട്. പക്ഷെ എന്തോ കാരണത്താന്നറിയാലോ 2000 പോയിന്റൊക്കെ വീണു, നമുക്ക് നല്ല വലിയ ലോസ് കിട്ടി. അത് സത്യം ഞാൻ ഇമോഷൻ എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പൊസിഷൻ പിടിച്ചിരിക്കുകയായിരുന്നു. ലോസ് ഇങ്ങനെ പിടിച്ചിരുന്നിട്ടാണ് അത്രയും വലുതായത്. അപ്പോൾ ആ വലിയ ലോസും കൂടിയും ബുക്ക് ചെയ്തപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ, സ്റ്റോപ്പ് ലോസ് എന്തായാലും നമ്മൾ പാലിക്കണം. അപ്പം ഞാൻ നേക്കഡ് സെല്ലിങ്ങിൽ 1:3 ഒരു വിചിത്രമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. കാരണം 500 രൂപ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു 1500 രൂപയും കളയാൻ തയ്യാറാണ്. കാരണം ഇതേപോലെ തന്നെ നേക്കഡ് സെല്ലിങ് ആയതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് 1:1 ഒക്കെ വെച്ചാൽ പെട്ടെന്ന് അടിച്ചു പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈ വിന്നിങ് റേറ്റ്, ഈ പറഞ്ഞ പോലെ 10 ട്രേഡ് എടുക്കുമ്പോഴൊക്കെയാണ് ഒരു ട്രേഡ് ലോസ് പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു 3 നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു 3 ടൈംസ് റിസ്ക് എടുത്താലും പ്രശ്നമില്ല എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു വിചിത്രമായുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചത്. അതേപോലെ തന്നെ ഞാൻ പഠിച്ച വേറെ ഒരു കാര്യം, വോളറ്റൈൽ ടൈംസിൽ ട്രേഡിങ് ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബഡ്ജറ്റ് ടൈമിൽ ഞാൻ ട്രേഡ് ചെയ്യാണ്ടേ. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ വന്നപ്പോൾ 2 ആഴ്ച ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ടൈമിൽ വെറുതെ വോളറ്റൈലായിട്ടുള്ള ടൈമിൽ പോയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസ്ക് ഉണ്ട്. കാരണം ഒന്നാമത് നെയ്ക്കഡ് സെല്ലിംഗ് ആണ്. നെയ്ക്കഡിലൊക്കെ എന്തെങ്കിലും നമ്മുടെ സമയദോഷത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റുക, നല്ല റിസ്ക് നെയ്ക്കഡ് സെല്ലിങ്ങിൽ ഉണ്ട്. അതെല്ലാവരും മനസ്സിലാക്കണം. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ വോളറ്റൈൽ ടൈമിൽ എടുക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ലോസുകൾ, അൺലിമിറ്റഡ് ലോസ് ആണ്. അപ്പോൾ നമ്മൾ എന്തിനാ ഈ വോളറ്റൈൽ ടൈമിലൊക്കെ പോയി കളിച്ച് വലിയ ലോസ് മേടിച്ച് നമ്മുടെ മൊത്തം ഒരു ഇമോഷണലായിട്ടും ഫൈനാൻഷ്യൽ ലോസ് ഒക്കെ വരുത്തിയേക്കണേ. അങ്ങനെ ആ ഒരു ടൈം കൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ പഠിച്ചു. ഇപ്പം എന്തായി, ഇപ്പം നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം നെയ്ക്കഡ് സെല്ലിങ്ങും ഓപ്ഷൻസ്, നെയ്ക്കഡ് സെല്ലിങ്ങും ഹെഡ്ജ് ട്രേഡിങ്ങും എല്ലാം ഒരുമിച്ചാണ് ചെയ്ത് പോണേ. മാർക്കറ്റിന്റെ സ്ട്രക്ചർ വീണ്ടും മാറിയപ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എനിക്ക് നമ്മുടെ കുറേ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ അതെന്തായാലും വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ മനസ്സിലാക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ യുക്തിക്കും നിങ്ങളുടെ വിന്നിങ് റേഷ്യോവിനും അനുസരിച്ച് നിങ്ങൾ വെക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ യൂട്യൂബിൽ എല്ലാവരും വന്ന് പറയണ പോലെ 1:2 അല്ലെങ്കിൽ 2:1 റിസ്ക് അല്ലെങ്കിൽ 3:1 അങ്ങനെയൊന്നല്ല. നമ്മുടെ ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിന് അനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസ് ആണ് വെക്കേണ്ടത്. വിന്നിങ് റേഷ്യോ കൂടുതലാണ് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി നേക്കഡ് സെല്ലിംഗ് ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ സ്റ്റോപ്പ് ലോസ് വെച്ചാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെച്ചോ. കാരണം നേക്കഡ് സെല്ലിംഗിൽ ഈ പറഞ്ഞ മാതിരി ഒന്നെതിരെ വരുമ്പോഴേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ 1:1 അല്ലെങ്കിൽ 2:1 ഒക്കെ വെച്ച് അടിച്ചു പോകും. അപ്പോൾ കുറച്ച് റിസ്ക് എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് വേണം നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം അതൊക്കെ സെറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സെബി ഈ പറഞ്ഞ മാതിരി ഒരു റൂള് ചേഞ്ച് ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അപ്പോൾ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എത്രമാത്രം ട്രേഡിംഗ് സിസ്റ്റം അതെല്ലാം പക്കയാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെയുള്ള റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യും ഫ്യൂച്ചറിൽ. അപ്പോൾ അതിനെതിരെയും നമ്മൾ എന്തെങ്കിലും വേറെ വഴികൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ സ്റ്റോക്കിൽ ഇൻട്രാഡേ വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പതുക്കെ അതിൻ്റെ വർക്കെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് താരിഫും വാറിൻ്റെ അതൊക്കെ വോളറ്റൈലായപ്പോൾ പിന്നെ ഇൻട്രാഡേ നിർത്തിയതാണ്. അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡ് തുടങ്ങണം എന്ന് പ്ലാൻ ഉണ്ട്. പക്ഷെ അവിടെ ക്യാപിറ്റലിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സാധനത്തിൽ മാത്രം ആശ്രയിക്കാതെ ബാക്കിയുള്ളതും നോക്കുക. പിന്നെ ഞാൻ ഇൻവെസ്റ്റിങ്ങിൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണോണ്ട് നമുക്കിപ്പോൾ ട്രേഡിങ് നിർത്തിയാലും കുഴപ്പമില്ല. അവിടെ ഡിവിഡൻറ്റും പരിപാടിയൊക്കെ കിട്ടണ ഒരു ഇതുണ്ട്. എന്നാൽ പോലും നമുക്ക് ട്രേഡിങ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക പാഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ട് പോകണേ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനത്തെ റെഗുലേഷൻ ചേഞ്ചസ് അതൊക്കെ വരാം. അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യത്തിനെ വെറി ചെയ്തിട്ട് നമ്മളൊരു കാര്യമില്ല. നമ്മുടെ ട്രേഡേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കൺട്രോളിലല്ല മാർക്കറ്റും റെഗുലേഷൻസും ഒന്നും. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ വെറി ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ കൺട്രോളിലുള്ള എന്താ, നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ എങ്ങനത്തെ ട്രേഡ് എടുക്കണം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ആ നമ്മുടെ കൺട്രോളിലുള്ളതിനെ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ വഴി ക്ലിയർ ആക്കാൻ നോക്കുക. നമ്മൾ സർവൈവ് ചെയ്യലാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു ടൈമിനിടയിൽ പഠിക്കാൻ പറ്റി. ഇപ്പോൾ കുഴപ്പമില്ലാതെ 2 ട്രേഡിംഗ് സിസ്റ്റം പക്കയായതുകൊണ്ട്, ഹെഡ്ജും നേക്കഡൊക്കെ പക്കയായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും അതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ ഇൻവെസ്റ്റിങ്ങിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇൻവെസ്റ്റിങ്ങിലും എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കാരണം മാർക്കറ്റിൽ എപ്പോഴും കുറേ നോയ്സ് ഉണ്ടാവും. ഇപ്പോൾ മാർക്കറ്റ് വീഴും, ഇപ്പോൾ പൊളിയും. അന്ന് ഞാൻ എക്കണോമി ഈ പറഞ്ഞ മാതിരി ഇൻഫ്ലേഷൻ, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വന്നപ്പോൾ
എത്ര കാര്യങ്ങളാണ് കേട്ടതെന്നറിയോ. ഇപ്പൊ മാർക്കറ്റ് പൊളിയും, ഇനി മാർക്കറ്റ് തിരിച്ചു വരില്ല, വലിയ ക്രാഷാണ്, ക്രാഷുകളുടെ മദറാണ് വരാൻ പോകണം, അങ്ങനെ കുറെ നോയ്സ് കേട്ടു. അപ്പോഴെല്ലാം എന്താ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിംഗ് കാര്യങ്ങൾ കൊണ്ടുപോയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പല ആൾക്കാർ ഈ ന്യൂസൊക്കെ കേട്ട് പാനിക്കായിട്ട് അവരെ പോർട്ട്ഫോളിയോ സെല് ചെയ്ത് കളഞ്ഞവരുണ്ട്, അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്തവരുണ്ട്, വലിയ ലോസ് വരണ്ടെന്നൊക്കെ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇതുപോലെ പല പല ഇവന്റ്സും കാര്യങ്ങളും അതെല്ലാം വരും, കുറെ നോയ്സ് മാർക്കറ്റിൽ ഉണ്ടാവും. പക്ഷെ അതൊന്നും വിഷയമല്ല, അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഒരു 98% കാര്യത്തിനും മാർക്കറ്റിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ല ഇങ്ങനെ കേൾക്കണ ന്യൂസിന്. ആകെ 2% കാര്യങ്ങളാണ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ കുറെ ന്യൂസും കാര്യങ്ങളും ഒന്നും മാർക്കറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള കേൾക്കാതെ, കേട്ടോ കുഴപ്പമില്ല, പക്ഷെ അത് നമ്മൾ ഇമോഷൻസിക്ക് എടുക്കരുത്. അല്ലെ അത് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. കാരണം ഓരോ ടൈമിലും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായി വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാൻഡമിക് കഴിഞ്ഞപ്പോഴേക്കും യുദ്ധം വന്നു, യുദ്ധത്തിന്റെ ഒപ്പം ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, അത് കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേലിന്റെ യുദ്ധം, അത് കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ സെബിയുടെ റൂൾ ചേഞ്ച്, അത് കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നം, അത് കഴിഞ്ഞാൽ വീണ്ടും താരിഫിന്റെ പ്രശ്നം. അപ്പൊ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെല്ലാം മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്ന തന്നെ നടക്കണ കാര്യമില്ല, ചെറിയ റിയാക്ഷൻസ് ഉണ്ടാക്കും, അല്ലാതെ അത് ഇങ്ങനെ എപ്പോഴും അഫക്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഞാൻ റെഡിക്ക് ബെയർ മാർക്കറ്റിലും അതേപോലെ ബുൾ മാർക്കറ്റിലൊക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പഠിച്ചു. കാരണം ബെയർ മാർക്കറ്റ് ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ കയറിയ ടൈമിലൊക്കെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സിമ്പിൾ ആയിരുന്നു. കാരണം എല്ലാ സ്റ്റോക്കും അണ്ടർ വാല്യൂഡ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, നമുക്ക് സുഖമായിട്ട് പൈസ ഇട്ടിട്ട് പോവാം. ആ ടൈമിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്താ, വലിയ വലിയ പൈസ ഉള്ള പല സ്റ്റോക്കുകളും എനിക്ക് മേടിക്കാൻ പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് പൈസ ആയപ്പോൾ അതും മേടിച്ചു തുടങ്ങി. പക്ഷെ ബുൾ മാർക്കറ്റ് വരുമ്പോഴാണ് സത്യത്തിൽ ഇൻവെസ്റ്റേഴ്സിന് ടഫായുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ബുൾ മാർക്കറ്റിൽ നമുക്കൊരു സ്റ്റോക്കും വാല്യുവേഷനിൽ കിട്ടില്ല, എല്ലാം ഓവർ വാല്യൂഡ് ആവും. ഓവർ വാല്യൂഡ് സിറ്റുവേഷനിൽ നമ്മൾ സത്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആ ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റിംഗ് കുറയ്ക്കുക, വാല്യുവേഷനിലുള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള സ്റ്റോക്കുകൾ കയറിപ്പോണ സ്റ്റോക്കൊക്കെ കയറിപ്പോട്ടെ, ഓവർ വാല്യൂഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്ത ബെയർ മാർക്കറ്റ് വരുമ്പോൾ ഭയങ്കര നഷ്ടം കാണേണ്ടി വരും. അപ്പോൾ അത് പല ആൾക്കാരും ഇപ്പോൾ കണ്ടിട്ടും ഉണ്ടാവും ഈ കഴിഞ്ഞ റീസെന്റ് ക്രാഷിൽ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ബുൾ മാർക്കറ്റിൽ സത്യത്തിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ബുൾ മാർക്കറ്റ് കയറി പൂന്തോറും കുറഞ്ഞു വരിക ചെയ്യുക. കാരണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ലാത്ത ഒരു വിഷമം നമുക്കുണ്ടാവും. കാരണം കഴിഞ്ഞ ടൈമിൽ 26,000 നിഫ്റ്റി എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ല. എനിക്ക് അതായിരുന്നു പ്രശ്നം, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ കുറഞ്ഞു വരിക, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അവസ്ഥ. അത് കഴിഞ്ഞ് മാർക്കറ്റ് താഴ്ന്നു തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ എനിക്ക് സന്തോഷമായത്. കാരണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ വന്നു. കാരണം മാർക്കറ്റ് ഒന്ന് 10-15% ഇടിയുമ്പോഴേക്കും പല സ്റ്റോക്കും 50% ഇടിഞ്ഞ് താഴ്ത്തിക്ക് വന്നിട്ടുണ്ട്. ഫെയർ വാല്യൂക്ക് വന്ന അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് സിറ്റുവേഷനിലേക്കൊക്കെ വന്ന അവസരം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് കൂട്ടാൻ പറ്റി, അല്ലെങ്കിൽ കുറെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിന്റെ എല്ലാ ഉപകാരം എന്താണ്ടായേ, മാർക്കറ്റ് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കയറുമ്പോഴേക്കും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഭയങ്കര ലാഭമായി. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഏറ്റവും പഠിച്ചൊരു കാര്യം, നമ്മളെപ്പോഴും ബെയർ മാർക്കറ്റ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എമർജൻസി ഫണ്ട്, ഇൻവെസ്റ്റിംഗ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. കാരണം നമുക്ക് ബെയർ മാർക്കറ്റിൽ പല ആൾക്കാരും ഇല്ലാത്ത പ്രശ്നം, ഫണ്ട് ഉണ്ടാവില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓൾറെഡി ഉള്ള ഫണ്ട് ചിലപ്പോൾ ലോസിൽ കിടക്കാവും. അപ്പോൾ ലോസ് ബുക്ക് ചെയ്തെടുക്കാൻ തന്നെ നല്ല കാര്യമല്ല. അപ്പോൾ സെപ്പറേറ്റ് ഒരു ഇങ്ങനത്തെ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബെയർ മാർക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരും ബെയർ മാർക്കറ്റ് വന്നാലാണ് ഇൻവെസ്റ്റിംഗിൽ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളത് അറിയാം, പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. പൈസ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇടാൻ വേണ്ടി വെക്കുക. അതുപോലെ ഞാൻ ഒരു എമർജൻസി ഫണ്ട് ഇങ്ങനത്തെ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഈ കഴിഞ്ഞ ഒരു ക്രാഷിൽ നമുക്ക് ഉപകാരപ്പെട്ടു. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ ഇൻവെസ്റ്റിംഗ് ചെയ്യുമ്പോൾ, ലോങ് ടൈം ഇൻവെസ്റ്റിംഗ് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾ മാസം ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ എമൗണ്ട്, നിങ്ങളിപ്പോൾ ഒരു 10,000 ഇൻവെസ്റ്റ് ചെയ്യണ ആളാണെങ്കിൽ ഒരു 1000 രൂപ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ മാറ്റി വയ്ക്കുക, ഒരു ബെയർ മാർക്കറ്റൊക്കെ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം എന്താ, നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോകും. ഒരു ബെയർ മാർക്കറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മാസം ഇൻവെസ്റ്റ് ചെയ്യണ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആ എമർജൻസി ഫണ്ട് എന്നുള്ള ഫണ്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു ബെയർ മാർക്കറ്റിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നല്ല നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. പല ആൾക്കാരും നമ്മൾ കേൾക്കാത്ത പേരിലുള്ള സ്റ്റോക്കുകൾ അടക്കം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പല ആൾക്കാരും നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ ന്യൂസിൽ ഹോട്ട് സ്റ്റോക്കുകളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, പണി കിട്ടും. പല ആൾക്കാരും ഡിഫൻസ് സ്റ്റോക്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണി കിട്ടിയവരുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂസിന് പിന്നാലെ പോവാതെ, അല്ലെങ്കിൽ വലിയ വലിയ നെയിമുകളിലുള്ള എന്താ പറയുക ഇങ്ങനെ ഹോട്ട് സ്റ്റോക്കുകളുടെ പിന്നാലെ പോവാണ്ടിരിക്കുക. അതൊക്കെ പോകുമ്പോഴുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ വെറുതെ പോയിട്ട് ഓവർ വാല്യൂഡ് സിറ്റുവേഷനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ നല്ല ലോസ് വന്നിട്ട് അതും നോക്കിയിരിക്കേണ്ടി വരും. അപ്പം നമ്മുടേതായ അനാലിസിസ് നടത്തി
ഫണ്ടമെന്റലി സ്ട്രോങ് ആയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ ടൈമിൽ ചിലപ്പോൾ സ്റ്റോക്ക് നീങ്ങുണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ പോകണുണ്ടാവുള്ളൂ. അപ്പൊ സുഖല്ലേ, നമുക്ക് നല്ല കമ്പനീനെ വളരെ ചെറിയ പ്രൈസ് തന്നെ മേടിക്കാൻ പറ്റി. അത് പിന്നെ ഒരു ടൈം എത്തുമ്പോൾ അത് മോളിക്ക് പോകും. പല സ്റ്റോക്കുകളിലും അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്നത് മാർക്കറ്റ് അതിനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു ടൈമിൽ മാർക്കറ്റ് ആ സ്റ്റോക്കിനെ ശ്രദ്ധിക്കും. അപ്പൊ എന്തായി, അത് നന്നായിട്ട് കയറിപ്പോവും. അത് എനിക്ക് വളരെ വലിയ അനുഭവം ഉണ്ട്. ഞാൻ സത്യത്തിൽ മാർക്കറ്റിലൊക്കെ വന്നപ്പോൾ എനിക്കൊരു 1-2 മൾട്ടി ബാഗറൊക്കെ അടിക്കേ ഉണ്ടാവുള്ളൂ. അതിനും കൂടുതലൊന്നും അടിക്കാൻ ഭയങ്കര ടഫാവും എന്നാണ് വിചാരിച്ചിരുന്നത്. ഇന്നിപ്പോ മൾട്ടി ബാഗർ വലിയ സംഭവമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പല സ്റ്റോക്കും 1000-2000 ഒക്കെ കടന്നിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ശതമാനം. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എന്താ, നമ്മൾ ഹോട്ട് സ്റ്റോക്കിന് പിന്നാലെ പോവാതെ കൃത്യമായിട്ടുള്ള ഫണ്ടമെന്റൽ അനാലിസിസ് അതൊക്കെ നടത്തി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഓവർ വാല്യൂഡ് സിറ്റുവേഷനിൽ പോകുമ്പോൾ ഇൻവെസ്റ്റിംഗ് നിർത്തുക, എന്നിട്ട് ഹോൾഡ് ചെയ്യുക. കാരണം ഒരു സ്റ്റോക്ക് എത്ര വേണമെങ്കിലും പോവാം മോളിക്ക്, താഴത്തേക്ക് വരുമ്പോൾ 0 വരെ വരുള്ളൂ. അപ്പോൾ ഓവർ വാല്യൂഡ് സിറ്റുവേഷനിലായാൽ നിങ്ങൾ ആ സ്റ്റോക്ക് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഒന്നും ആക്കണ്ട, ഹോൾഡ് ചെയ്ത് നിൽക്കുക. പിന്നെ ആ സ്റ്റോക്ക് മേലേക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ താഴ്ത്തേക്ക് വരുമല്ലോ, അപ്പോൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക, പിന്നെ അത് ഹോൾഡ് ചെയ്യുക. ഫണ്ടമെന്റലി സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തീരുമാനം എടുക്കാം. അപ്പോൾ ഇൻവെസ്റ്റിങ്ങിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇൻവെസ്റ്റിങ്ങിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻഡെക്സ് ഫണ്ടുകളിൽ. കാരണം ഇൻവെസ്റ്റിംഗ് ട്രേഡ് ചെയ്തില്ലേ പോലും ഇൻവെസ്റ്റിംഗ് ഏതൊരാൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ട്രേഡിങ്ങിനേക്കാൾ എത്രയോ എളുപ്പത്തിന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇൻവെസ്റ്റിംഗ്. വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. അപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ട്രേഡിങ്ങിലേക്ക് കൂടുതൽ ഞാൻ പൈസ ഉണ്ടാക്കിയത് ഇൻവെസ്റ്റിംഗിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻവെസ്റ്റിങ്ങിനും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അതേപോലെ വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് എല്ലാം പ്ലെഡ്ജ് ചെയ്തിട്ട് ട്രേഡും ചെയ്യാം. അതിന് എക്സ്ട്രാ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. വേറെ എവിടെയും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സംഭവം. നമ്മൾ പൈസ ലോൺ എടുത്തിട്ട് അത് വെച്ച് ട്രേഡ് ചെയ്യാം, അതിന് ഇൻട്രസ്റ്റും കൊടുക്കണ്ട, ആ പൈസ തിരിച്ചു അടയ്ക്കേണ്ട. എപ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് വേണ്ടതെന്ന് വെച്ചാൽ അപ്പം തിരിച്ചടച്ചാൽ മതി. ഇനി അതും വേണ്ട, പ്ലെഡ്ജ് ചെയ്ത സ്റ്റോക്ക് ഡയറക്റ്റ് നമുക്ക് സെല് ചെയ്യാനും പറ്റും. അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ വെച്ചിട്ട്. പിന്നെ ഡിവിഡൻഡ് ഇൻകം വേറെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ 5 years ജേണിയിൽ മെയിനായിട്ട് പഠിച്ചത്. ഇതല്ലാതെയും കുറേ കാര്യങ്ങളുണ്ട് മൈന്യൂട്ടായിട്ടുള്ളത്. അത് നമുക്ക് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞ് പോകാന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ട്രേഡിംഗ് ചെയ്യണവരൊക്കെ അതും പഠിക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, നമുക്കതെല്ലാം ക്ലിയർ ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സൊക്കെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് തുടങ്ങാൻ പോകുന്നുണ്ട്, ഓൾറെഡി തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതേപോലെ ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫൈനാൻഷ്യൽ റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.